ക്രിയേറ്റീവ് ബ്ലോക്ക് എന്നാൽ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു പ്രധാന പേടി സ്വപ്നമാണ് ഈ ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് എന്ന് പറഞ്ഞ പ്രശ്നം. അതായത് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പോകുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം അയാൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അയാളുടെ വർക്കിൽ അയാൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എസ്പെഷ്യലി വീഡിയോ എഡിറ്റേഴ്സ്, ഗ്രാഫിക് ഡിസൈനേഴ്സ്, മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യുന്ന ആൾക്കാർ, സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുമാതിരിപ്പെട്ട ക്രിയേറ്റീവ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാം ഇതുപോലത്തെ ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ മറികടന്ന് നമ്മൾ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ അവസ്ഥകളൊക്കെ എനിക്ക് വരാറുണ്ട്. അപ്പൊ ഞാൻ അതിനൊക്കെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ യാത്രകൾ പോകും. ഒരു യാത്രയൊക്കെ പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും വർക്ക് ചെയ്യാനിരിക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നല്ല ഫുഡ് കഴിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ എവിടെയുള്ള വെച്ചാൽ അവിടെ പോയിട്ട് ഞാൻ ഫുഡ് കഴിക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫിൽ ഈ ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് എന്ന് പറഞ്ഞ പരിപാടിനെ ഞാൻ ടാക്കിൾ ചെയ്യാറ്. ഈ ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരിയ്ക്കുന്ന സ്പേസ് ആയിരിക്കും അവരുടെ ലോകം. അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ ഞാനൊക്കെ എഡിറ്റിംഗ് മാത്രമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പിന്നീട് ഞാൻ ഫോട്ടോഗ്രാഫി, അതേപോലെ സിനിമാറ്റോഗ്രാഫി കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങിയപ്പോഴാണ് പിന്നെ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം വന്ന് വർക്ക് ചെയ്യാനിരിക്കുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പം എൻ്റെ ഒരു അവസ്ഥ അങ്ങനെയാണ്. പലർക്കും പല രീതിയിലായിരിക്കും. അപ്പോൾ യാത്രകൾ മസ്റ്റാണ്. ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും പ്രധാന പ്രശ്നമാണ് ഇങ്ങനെ ബ്ലോക്കായി മൊത്തത്തിൽ ഒരു ഡാർക്ക് അടിച്ച് നിൽക്കുന്നൊരവസ്ഥ. അപ്പോൾ അത് വരാതിരിക്കാനുള്ള ടെക്നിക്കുകളൊന്നും എനിക്കറിയില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ യാത്രകളൊക്കെ പോയി കുറെ മറ്റുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഒന്ന് ഇന്ററാക്ട് ചെയ്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്നൊന്ന് മാറി പിന്നീട് വീണ്ടും അതിലോട്ട് തിരിച്ചു വരുമ്പോൾ നമുക്കത് ചെയ്യാൻ വീണ്ടും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കും.